ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഷോപ്പിൽ നിന്ന് കുറച്ച് വെയിറ്റൽ സീബ്രേനെ കളക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ പുതിയ വന്ന സ്റ്റോക്കിൽ നിന്ന് എടുത്തതാണ്. എല്ലാം നല്ല എഗ്ഗായി നിൽക്കുന്നത് കണ്ടുകൊണ്ട് എന്തായാലും നമുക്കൊന്ന് ബ്രീഡ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഷോപ്പിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനമായതുകൊണ്ട് തന്നെ നല്ല കുട്ടികളെ കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു ടാങ്കിലാണ് കേട്ടോ അതിനെ ബ്രീഡ് ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് നമ്മളെ മുന്നേ ഇട്ട ഒരു ഗൗര കിടക്കുന്നുണ്ട്. അതിൻ്റെ മെയിൽ മാത്രമേ ഉള്ളൂ. ബാക്കി കുട്ടികളൊക്കെ മൊത്തം ചത്ത് ഒടുങ്ങിപ്പോയതാണ്. അപ്പോൾ ഇവനെ ഇതിനകത്തൊന്ന് മാറ്റണം. അതാണ് ആദ്യത്തെ പരിപാടി. നമ്മൾ പിടിക്കാൻ നോക്കിയപ്പോൾ പെട്ടെന്നൊന്നും മൂപ്പര് പിടി തന്നില്ല. 2-3 പ്രാവശ്യം നമ്മൾ നോക്കി, പക്ഷെ ഒന്നും നടക്കുന്നില്ല. എന്നാൽ പിന്നെ അവനെ പിടിച്ചിട്ട് മാറ്റിക്കളയാൻ വിചാരിച്ചു. കുറച്ച് പണിപ്പെട്ടിട്ടാണെങ്കിലും മൂപ്പരെ നമ്മൾ പിടിച്ചതാ ഈ ഒരു ടാങ്കിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു ടാങ്കിൽ ഇയാളുടെ വൈഫ് ഇതിൽ കിടക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് മൂപ്പര പെണ്ണ്. മുന്നേ ബ്രീഡ് ചെയ്യുന്ന സമയത്ത് മാറ്റിയിട്ടതായിരുന്നു. ബ്രീഡിങ് കഴിഞ്ഞ സമയത്ത് ഇപ്പോഴാണ് അവർ തമ്മിലൊന്ന് കാണുന്നുണ്ടാകുക. എന്തായാലും ഭാര്യ അടുത്ത് തന്നെ വരുന്നതൊക്കെ കാണുന്നുണ്ട്. അതെന്തോ ആട്ടെ, ഇനി അവരെ പാടായി. അവർ വീണ്ടും ഒന്നിക്കട്ടെ, കുട്ടികൾ ഉണ്ടാകട്ടെ, നമുക്ക് നോക്കാൻ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതവിടെ കിടക്കട്ടെ. നമുക്ക് നേരെ ഇപ്പോൾ ഉള്ളവരുടെ കാര്യത്തിലേക്ക് ഒരു തീരുമാനമാക്കാം. അപ്പോൾ ഇത് നമ്മളെ വീട്ടിൽ സിബ്ര ബ്രീഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ കുഞ്ഞുങ്ങൾ കേട്ടോ. ഏകദേശം ഈ ഒരു സൈസിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ കുറേ എണ്ണം ഒക്കെ ഡെഡായി പോയിട്ടുണ്ട്. എന്നിരുന്നാലും അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ടാങ്കിലും രാവിലെ 2 ടാങ്കിലാണ് നമ്മൾ ബ്രീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സീബ്രയൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ ആയിട്ട് നമ്മൾ കുറേ കാലത്തെ ഇടവേളയ്ക്ക് ശേഷം ബ്രീഡ് ചെയ്തത് കൊണ്ടായിരിക്കാം അത്രയും കുറച്ച് നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഇതിനടിയിലൊക്കെ കിടക്കുന്നുണ്ട്. എന്നിരുന്നാലും തീരെ കുറവൊന്നുമല്ല, അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ എന്തായാലും കുട്ടികളെ കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ പുതുതായിട്ട് ബ്രീഡ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ള ബെറ്റാസിൻ്റെ ഫീമെയിൽ കേട്ടോ. ഇത് 2 ഫീമെയിൽ, അതുപോലെ 2 മെയിലും കിടക്കുന്നുണ്ട്. അവരൊക്കെ നമ്മൾ ബോട്ടിൽ ചെയ്ത് നമ്മൾ സെറ്റാക്കി വെച്ചിരിക്കുകയാണ് ഫുഡൊക്കെ കൊടുത്തിട്ട്. ഇതിൻ്റെ അകത്ത് നമ്മളെ പോളാർ പാരറ്റ്, നമ്മളിപ്പോൾ ലാസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്ന പോളാർ പാരറ്റിൻ്റെ ബ്രീഡിങ് സ്റ്റോക്കാണ്. ഇവിടെ കിടക്കുന്നത് നമ്മളെ സ്വന്തം ലോബ്സ്റ്റേഴ്സ്. മൂപ്പർ രണ്ടും ഇങ്ങനെ കളിക്കുന്നുണ്ടെന്നല്ലാണ്ട് ഇതുവരെ മീറ്റിങ്ങിൻ്റെ മുകളിലൊന്നും എത്തിയെന്ന് തോന്നില്ല. എന്നിരുന്നാൽ നമുക്ക് വെയിറ്റ് ചെയ്യാം. അവന്മാരും കൂടെ കിടക്കുന്നുണ്ട്. അതുപോലെ ഇവരുടെ കൂടെ നമ്മുടെ അടുത്തുള്ള 2 ലോബ്സ്റ്റേഴ്സ് കൂടി ഉണ്ടായിരുന്നു, ബ്ലൂ കളർ. അവന്മാർ ഇവിടെയും കിടക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇവരൊക്കെ ബ്രീഡ് ചെയ്ത് ഇറങ്ങുമെന്ന പ്രതീക്ഷയിൽ നമുക്കിങ്ങനെ വെയിറ്റ് ചെയ്യാം. ഇവന്മാർ എന്തെങ്കിലും മേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. ശരിയാവുമായിരിക്കും, എന്തായാലും കുറച്ച് സമയം പിടിക്കും. അതുപോലെ ഏഞ്ചലിനെ കൊണ്ട് ചെയ്തിട്ടുണ്ട്, അതും ഇതുവരെ ഒന്നും ആയതായിട്ട് കാണുന്നില്ല. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതൊക്കെ ഇവന്മാർക്കുള്ള ഫുഡാട്ടാ, നമ്മൾ ആർട്ടിമേ വിരിക്കുന്നതാണ്. അപ്പോൾ ഫാമിൽ ഇതൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് മെല്ലെ ഇവന്മാരെ പിടിച്ചിട്ട് ഈ ഒരു ടാങ്കിൽ, ഈ ഒരു ബ്രീഡിങ് കേജിലാണ് നമ്മൾ ഇറക്കി വിടാൻ ഉദ്ദേശിക്കുന്നത്. ഇവന്മാരെ പിടിച്ച് തൽക്കാലം ഈ ഒരു ബ്രീഡിങ് കേജിലേക്ക് ഇറക്കി വിടാം. മറ്റേ നമുക്ക് ബാക്കി പരിപാടി നോക്കാം. ഇതിനകത്തൊക്കെ ഇനി കുറച്ച് വാഴയിലയും അതുപോലെ തന്നെ ഒക്കെ ഇടയുണ്ട്. നമ്മൾ ഇവന്മാരെ അങ്ങനെ ബ്രീഡിങ് കേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് രാത്രി ആയതുകൊണ്ട് നമ്മൾ കൂടുതലൊന്നും ചെയ്യുന്നില്ല. ഇനി നാളെ രാവിലെ കുറച്ച് ബദാം ലീഫും അതുപോലെ വാഴയുടെ ഉണങ്ങിയ ഇലയൊക്കെ ഈ ഒരു ടാങ്കിൽ വെച്ച് സെറ്റ് ചെയ്യണം. കാരണം കുട്ടികൾ മുട്ട വിരിഞ്ഞിറങ്ങുന്ന സമയത്ത് അവർക്ക് കഴിക്കാൻ വേണ്ട ഫുഡ് ഇൻഫസോറിയ അപ്പോഴേക്ക് റെഡി ആവേണ്ടതുണ്ട്. അപ്പോൾ അതിനുള്ള പരിപാടിയൊക്കെ നാളെ രാവിലെ നോക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. എന്തായാലും അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ കുട്ടികൾ ഇറങ്ങുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് നോക്കാം. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. ഇപ്പോൾ നമ്മളെ ഫാം ഇപ്പോൾ നിലവിൽ ഇങ്ങനെയാണുള്ളത്. ഒന്നും പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല. ഈ ഒരു 2 ടാങ്ക് ഇപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടില്ല. അതുപോലെ അവിടെ 2 ടാങ്ക് കൂടി സെറ്റ് ചെയ്യാനുണ്ട്. ഓരോരോ തിരക്കും കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ ഓട്ടത്തിലാണ്. എന്തായാലും എല്ലാം നമുക്ക് ശരിയാണെന്ന് പ്രതീക്ഷിക്കാം. ഈ ഒരു ടാങ്ക് മുന്നേ ബ്രീഡ് ചെയ്ത ടാങ്കായിരുന്നു. കംപ്ലൈൻറ്റ് വന്നപ്പോൾ ഒന്ന് മാറ്റി റീസെറ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെയുള്ളൂ ഗൈസ്. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്ന കൂട്ടർ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ടിലാണ് എല്ലാ കാര്യങ്ങളും കിടക്കുന്നത്. അപ്പോൾ ഓക്കെ ഗൈസ്, വീണ്ടും കാണാം.